ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് തിങ്കളാഴ്ച മാർച്ച് 2, 2026 കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച വന്നതാണ്. അപ്പം നമുക്ക് വെള്ളിയാഴ്ച ലോഡ് ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ലോഡ് ഇറക്കണം കേട്ടോ. ഇതൊരു ക്രെയിൻ വെച്ചാണ്, ഞാൻ പറഞ്ഞ ഓപ്പൺ ഏരിയ ആണ്. ഇത് മെട്രോ ആണ്, പാരീസ് മെട്രോൻ്റെ പണിയാണ് നടക്കുന്നത് ഇവിടെ. ആ മെട്രോൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഒരു വലിയ ക്രെയിനാണ്, വലിയ ക്രെയിൻ വെച്ചിട്ടാണ് നമ്മളെ ട്രക്കിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നത് കേട്ടോ. അതും നമുക്ക് റൂഫ് തുറക്കേണ്ടി വന്നു. റൂഫ് ടോപ്പ് നമ്മൾ റൂഫ് അയച്ചു കൊടുത്തു. അവർ റൂഫ് തുറന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഇതൊരു അവിടെയൊക്കെ പണി നടക്കുക കേട്ടോ. മെട്രോൻ്റെ പില്ലേഴ്സ് ഇവിടെ പില്ലേഴ്സായി, പില്ലേഴ്സിന് ഈ പാലം വെച്ച് പോവാണ്. എവിടെ ഒരു പില്ലർ ഉണ്ട് കേട്ടോ. ഒരു പില്ലറിൻ്റെ പൈലിങ് കഴിഞ്ഞ് ജസ്റ്റ് അടിച്ചു വെച്ചു. അപ്പം നമ്മളെ വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്യാണ് കേട്ടോ. ഫുള്ളായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. കുറേ എംപ്ലോയീസും കാര്യങ്ങളും വന്ന് ഫുൾ ടൈം കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതേ നമ്മളെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. പകുതി നമ്മൾ അവിടെ ഇറക്കി, പകുതി നമ്മൾ നിന്ന് സൈറ്റിൽ ഇറക്കി. ഇതൊരു 500 മീറ്റർ ഇപ്പറാണ്. ഇരുമ്പിൻ്റെ കൈ പൊന്തുന്നില്ല ഗൈസ്. അപ്പം ഇതേപോലത്തെ ക്രെയിനാണ് കേട്ടോ. ഇതേപോലത്തെ ക്രെയിൻ വെച്ചാണ് അവർ ഇറക്കുന്നത്. ഇതേപോലത്തെ ഇരുമ്പിൻ്റെ എന്താ പറയുക, ഇരുമ്പിൻ്റെ പീസാണ് നമുക്ക് ഇറക്കാനുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് പീസാണ് നമ്മളെ അൺലോഡിങ് കഴിയാനായി. അപ്പം പാരീസ് മെട്രോൻ്റെ വർക്കാണ്. മെട്രോൻ്റെ കാലുകളും മെട്രോൻ്റെ നെട്ടും ബോൾട്ടൊക്കെ, കുറച്ച് നെട്ടും ബോൾട്ടൊക്കെയാണ് നമ്മളെടുത്ത് ലോഡിങ്ങുള്ളത് കേട്ടോ. സമയം 10 മണിയായിട്ടോ. ഇന്ന് മാർച്ച് 2 10 മണിയായി. നമുക്ക് അടുത്ത ട്രിപ്പ് ആയിട്ടില്ല. അടുത്ത ട്രിപ്പ് ഇനിയിപ്പം ഇത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുമായിരിക്കും. നമുക്ക് 3 ദിവസം പോസ്റ്റായി, പക്ഷെ നമുക്ക് ഈഫിൽ ടവർ കാണാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കിവിടെ റേഞ്ച് ഇല്ലായിരുന്നു. ഈ പാരീസിൻ്റെ ആ ഒരു ഇന്നർ ഏരിയ അതിനെക്കൊണ്ട് നമുക്കിവിടെ റേഞ്ച് കിട്ടുന്നില്ല. നമ്മൾ സ്ലൊവേനിയൻ സിം ആയതുകൊണ്ടാണോ അറിയില്ല, നമുക്ക് ഫ്രാൻസിലൊന്നും റേഞ്ച് ഇല്ല. നമുക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ സ്ലൊവേനിയക്കാണ് ഈ ട്രിപ്പ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. മെട്രോൻ്റെ വർക്കാണ്. മെട്രോ ഓക്കെ, അവിടെ നിന്ന് പൊന്തിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, കാണാൻ പറ്റും അറിയില്ല. അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ്. അവരെങ്ങനെ ഒരാളവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ക്രെയിനിൽ ആൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊക്കെ ക്ലോസ് ചെയ്ത് നമ്മളെ സൈഡ് വാളും ഇട്ട് ബെൽറ്റുകളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് നേരെ അടുത്ത ലോഡിങ് പ്ലേസിലേക്ക് പോകട്ടോ. ലോഡിങ് പ്ലേസ് ആയിട്ടില്ല. നമുക്ക് പാരീസിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടെ ട്രാഫിക് ബ്ലോക്കായി. 8-10 മണിയായെന്ന് പറഞ്ഞാൽ ഇനി ട്രാഫിക്ക് നമുക്ക് എഴുന്നേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലത്തെ സമയമായിരിക്കണം. നമ്മൾ രാവിലെ ഒരു 4 മണി 5 മണിക്കാണെങ്കിൽ നമുക്ക് പാരീസ് പെട്ടെന്ന് അടിച്ച് കയറി പോകാം. ഇത് നമുക്ക് എങ്ങനെയാലും നമ്മൾ 2-3 മണിക്കൂർ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതാണ് പാരീസിൽ ഓർഡർ കിട്ടിയുള്ള നമുക്കുള്ള പ്രശ്നം. പാരീസിൻ്റെ ഇന്നറിലാണ് നമ്മളുള്ളത്. ഔട്ടറാണെങ്കിൽ നമുക്ക് ചുറ്റി പോവാം, വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പാരീസിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് സമയമെടുക്കും. നമ്മളെങ്ങനെയാലും പുറത്ത് കിടക്കണമെങ്കിൽ സമയമെടുക്കും. എന്തായാലും അൺലോഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇവിടെ നിന്ന് തിരിക്കാൻ തോന്നുന്നു. നമുക്കിവിടെ ബാക്ക് വെച്ച് ഇവിടെ നിന്ന് തിരിക്കാൻ തോന്നുന്നു. തിരിച്ച് നമുക്ക് നേരെ അവിടെ പോകാം. എൻട്രി വഴി നമുക്ക് CMR അവിടെ കൊടുക്കണം. നമ്മളെ പേപ്പർ അവിടെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യും. അവിടെ നമുക്ക് വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വാഷ്റൂം കാര്യങ്ങൾ വേണമെങ്കിൽ പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോഡ് ചെയ്ത് നമ്മൾ നേരെ ഇറ്റലി അല്ലെങ്കിൽ സ്ലൊവേനിയാണ് നമുക്ക് അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. സ്ലൊവേനിയക്കാണെങ്കിൽ സ്ലൊവേനിയാണ്. ഈ ആഴ്ച നമ്മളെ 3rd വീക്കാണ്. നമ്മളെ ബേസ് കൊണ്ടുപോകും. അപ്പോൾ അത് അൺലോഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും 3 ദിവസം നമ്മളിവിടെ കിടത്തി ഈ ലോഡ്. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ് ഗൈസ്.